കയ്യൂരിലെ 4 പേരെ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ കണ്ടത് PC ജോഷിയും P കൃഷ്ണപിള്ളിയായിരുന്നു. അവരെന്തിനാണ് വന്നതെന്നുള്ള ചോദ്യം അന്ന് ചാനലൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഉത്തരവ് ഒന്നേ ഉള്ളൂ, ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്നത് ഒരു മഹാപാതകമല്ല. ജയിലിൽ തടവിൽ കഴിയുന്നവരെ കാണാൻ പോകുന്ന കൂട്ടത്തിൽ സെഷൻസ് ജഡ്ജിയുണ്ട്. അദ്ദേഹമാണ് ജയിൽ ഉപദേശക സമിതിയുടെ ചെയർമാൻ. അപ്പോൾ സെഷൻസ് ജഡ്ജി പോയത് അവരെ വരവേൽക്കാനാ? സെഷൻസ് ജഡ്ജിക്ക് പരാതി ജയിലിലെ തടവുകാർ കൊടുക്കുന്നതിന് പ്രത്യേക ബോക്സ് എവിടെയുണ്ട്. ഞാൻ മുമ്പ് പൂജപ്പുര ജയിലുണ്ട്. എന്നെ കാണാൻ അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വന്നിന്. അത് തെറ്റാ? അപ്പോൾ ജയിലിലെ തടവുകാർ, അത് ശിക്ഷിക്കപ്പെട്ടവരായാലും ശരി റിമാൻഡിൽ കഴിയുന്നവരായാലും ശരി, കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ P ജയരാജൻ പോയിട്ടുണ്ട്. അതെന്തോ ഒരു മഹാപാതകമാണ് എന്ന മട്ടിൽ പറയുന്നതാണ് തെറ്റ്. നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയുണ്ടായി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ ഹർജി. അതിൽ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നു, CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, പോലീസ് തന്നെ അന്വേഷിച്ചാൽ മതി. നേരത്തെ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഗവൺമെന്റ് നിയോഗിച്ചിന്. അന്വേഷണത്തിന്റെ മേൽനോട്ട് DIGയെ ഏൽപ്പിച്ചു. IG പോലീസ് റിപ്പോർട്ടുകൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടത് എന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ സർക്കാർ എടുത്ത തീരുമാനത്തെ ഹൈക്കോടതി ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൂട്ടിലിട്ട തത്തയാണ് CBI എന്ന് കോടതി തന്നെയാണ് പറഞ്ഞത്. ആ കൂട്ടിലിട്ട തത്ത വേണ്ട. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിൽ പോലീസ് ഫലപ്രദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ആവശ്യപ്പെട്ടത്. ഇതിൽ നേരത്തെ കുടുംബം തന്നെ നൽകിയ ഹർജിയാണ് പോലീസ് അന്വേഷണത്തിന് അടിയാക്കിയത്. ആ ഹർജിയിൽ കുടുംബം ആവശ്യപ്പെട്ടത് ആത്മഹത്യക്ക് ഉത്തരവാദി അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയാണെന്നും അവരുടെ പ്രസംഗമാണെന്നും അതുകൊണ്ട് പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടി എടുക്കണമെന്നുമായിരുന്നു. അന്ന് നവീൻ ബാബുവിന്റെ കുടുംബം നൽകിയ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയ പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ കേസെടുത്തു. അന്ന് ആത്മഹത്യയാണെന്ന് പറഞ്ഞ അതേ കുടുംബം ഇന്നിപ്പോ കൊലപാതകമാണെന്ന് പറയുകയാണ്. അതെന്തുകൊണ്ടാണ്? അത് കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ആത്മഹത്യക്ക് കാരണമായ ആളുടെ പേരിൽ കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അതേ കുടുംബം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നും മാറ്റി പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോടതിയുടെ മുമ്പാകെ തെളിവുകളും വസ്തുതകളും വേറെയൊന്നും കാണാത്തതുകൊണ്ട് ആത്മഹത്യ തന്നെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് എടുത്ത കേസിന്മേൽ ഫലപ്രദവും കാര്യക്ഷമവുമായ അന്വേഷണം നടത്തണമെന്നും കുടുംബം നൽകിയ പരാതിയുടെ രണ്ടാമത്തെ പരാതിയുടെ ആ ഉള്ളടക്കം പോലീസ് പരിശോധിക്കണമെന്നുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. തികച്ചും ശരിയായ ഒരു കോടതി വിധിയാണിത്. ഈ സംഭവത്തിൽ ഇത് പിന്നെ CPM-നെയും ഇടതുപക്ഷ ഗവൺമെന്റിനെയും തേജോവധം ചെയ്യുന്നതിന് വേണ്ടി നവീൻ ബാബുവിന്റെ ഭാര്യയെ രാഷ്ട്രീയ എതിരാളികൾ കരുവാക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊരു രാഷ്ട്രീയ എതിരാളികളുടെ കരുവായി അവർ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും അവസരം കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ഇടതുപക്ഷ സർക്കാരിനെതിരായി കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഇതും അവർ ഉപയോഗിക്കുകയാണ്. അല്ലാതെ ആ കുടുംബത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ എതിരാളികൾക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല.